നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് കർക്കിടക മാസം 2-ാം തീയതിയാണ്. നമുക്കിന്ന് പത്തിലക്കറി വെച്ചാലോ? ഈ കർക്കിടക മാസത്തിൽ ഒരു ദിവസം പത്തിലക്കറികൾ വെക്കണം എന്നൊക്കെ പറയുമല്ലോ. അപ്പം നമുക്കിന്ന് പത്തിലക്കറി വെക്കാം കേട്ടോ. കുറേ ഇലകൾ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഒന്ന് ഇത് മത്ത, കുമ്പളത്തിൻ്റെ ഇല, ചേമ്പിൻ്റെ ഇല, പിന്നെ ചേനയുടെ ഇല, പിന്നെ തുമ്പയുടെ ഇല, പിന്നെ പയറിൻ്റെ ഇല, ഇത് പ്രഷർ ചീര അല്ലെങ്കിൽ ബോംബെ ചീരയുടെ ഇല, സാമ്പാർ ചീരയുടെ ഇല. ഇനി നമുക്ക് നെയ്യൂർണിയുടെ ഇല വേണം, പിന്നെ കടലാടിയുടെ വേണം. അതും കൂടി കൊണ്ടുവന്നിട്ട് നമുക്ക് അരിയാം. ഈ ഇലകളൊക്കെ നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇത് സാമ്പാർ ചീരയാണ്. സാമ്പാർ ചീര നല്ലത് തന്നെയാണ്. വാട്ടർ ലീഫ് എന്നും പറയും ഇതിന്. പക്ഷെ ഇത് വഴുവഴുന്നിരിക്കും ശരിക്കും പറഞ്ഞാലേ. അപ്പം നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ, വേറെ ചീര ഉണ്ടല്ലോ, ബോംബെ ചീര അഥവാ പ്രഷർ ചീര, അത് റഫാണ്. അപ്പം രണ്ടും കൂടി ആകുമ്പോഴേ അത് കോമ്പൻസേറ്റ് ചെയ്ത് പൊക്കോളും. ചേന എല്ലാവരും ചേമ്പൊക്കെ വെച്ചാൽ ചൊറിയില്ലേന്ന് സംശയിക്കും. ചൊറിയൊന്നും ഇല്ല കേട്ടോ. നന്നാക്കി കഴുകി അരിഞ്ഞ് നന്നായിട്ട് ഉപ്പും അതുപോലെ മുളകും അതുപോലെ വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ല ചൂട്ടത്ത് അങ്ങോട്ട് വെക്കുമ്പോൾ ഒരു സാധനം ചൊറിയില്ല കേട്ടോ. ഞാൻ തണ്ടടക്കാണ് എടുക്കണത് ചേനയുടെ. എല്ലാം കൂടിയിട്ട് നമുക്ക് അരിയാം. പച്ചയ്ക്ക് നമ്മൾ അരിയുമ്പോൾ ഒരു പക്ഷേ കൈ ചൊറിയുമായിരിക്കും. പക്ഷേ നമ്മൾ കൈയിൻ്റെ ഉള്ളിൽ മാത്രം ആക്കിയാൽ മതി, പുറത്ത് നീരാക്കാണ്ടിരുന്നാൽ മതി. ഇങ്ങനെ പിടിക്കുക. എല്ലാത്തിൻ്റെയും കുറേശ്ശെ എടുത്താൽ 10 എണ്ണത്തിൻ്റെ ഒന്നിച്ചെടുക്കുമ്പോൾ നല്ല ഒരുപാടുണ്ടാവും കേട്ടോ. പല തുള്ളി പെരുവെള്ളം. അരിഞ്ഞോളൂ, വേഗാവാനാ. ഞങ്ങൾ നിവർത്തി കൂമ്പന്, അപ്പോൾ നിവർത്തിയിട്ട് ഒക്കെ കഴുകിയിട്ട് എടുത്തതാണ് ചേമ്പ്. ഇപ്പം നമ്മൾ എല്ലാ ഇലകളും ചെറുതായിട്ട് നുറുക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എരിവ് വേണ്ടേ? ഒരു പച്ചമുളക് ഇടാം. ഒന്നല്ല 2 പച്ചമുളക് ഇടാം അല്ലേ, കുറേ ഉണ്ടല്ലോ ഇല. അപ്പോൾ 2 പച്ചമുളക് കീറിയിടാം. അപ്പോൾ ആവശ്യമില്ലാത്തവർക്ക് ഈ മുളകെടുത്ത് കളയാം. അതിനാണ് കീറണത്. എരിവ് വേണം, നല്ലോണം വേണമെന്നുള്ളവരെങ്കിൽ അരച്ചൊക്കെ ഒഴിക്കും. ചെറിയ കാന്താരി മുളക് വയ്ക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പണ്ട് അമ്മ അങ്ങനെ ചെയ്യാറുണ്ട്. കാന്താരി മുളകില്ലേ അമ്മയമ്മ ചതച്ചിട്ട് ഇടും ഇങ്ങനെ. അപ്പോൾ നല്ല എരിവുണ്ടാവും ചീരയിലൊക്കെ. അപ്പോൾ നമ്മൾ ഇനി തുടങ്ങാൻ പോവാണ്. ചെന്നിട്ട് അടപ്പത്ത് വെച്ചു, തീ കത്തിച്ചു, വെളിച്ചെണ്ണ ഒഴിക്കാം. പൂച്ചയ്ക്ക് എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ എന്ന് പറയാം അവിടെ നിന്നിട്ട്. കേട്ടില്ലേ? അവനിൽ കൂടെ കടക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിൽ കൂടെ എന്നെ കണ്ട അപ്പം അത് വരും കേട്ടോ. കയറാൻ പറ്റില്ല. ഭയങ്കര ഇഷ്ടം. ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേ. ഇപ്പം എല്ലാം തയ്യാറാക്കി 10 ഇലയും റെഡിയാക്കി. നമ്മുടെ തൊടിയിൽ കിട്ടാവുന്ന അത്ര ഇല ശേഖരിക്കുക. 10 പറയാം മാക്സിമം. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് എല്ലാതും കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മുടെ തൊടിയിൽ കിട്ടാവുന്ന എന്തെങ്കിലും ഇല. വെളിച്ചെണ്ണ ചൂടായി, കടുകിടാം. കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് അരിമണി ഇടാം നമുക്ക് കേട്ടോ. നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ, അതിൻ്റെ ആ അരിമണി ഒരു പിടി അതിലിടാം. അപ്പം അതിങ്ങനെ പൊരിഞ്ഞ് വരും. അരിമണി പൊരിഞ്ഞ് വരും. ഒരു പിടി അരിഞ്ഞിട്ട് പൊരിഞ്ഞു കേട്ടോ. എല്ലാം പൊരിയായി.
ഇനി നമുക്കതിൽ വറ്റൽമുളക് ഇടാം, ഒരെണ്ണം. പിന്നെ പച്ചമുളക് ഇടാം. പിന്നെ ഇതാ ഇലകളിടാം. നിറച്ചുണ്ട്. നന്നായിട്ട് ഇളക്കാം കേട്ടോ. കരിമണിയൊക്കെ മുകളിൽ വന്നു കണ്ടോ, കടുക് കരിമണിയൊക്കെ മുകളിലെത്തി. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇത് ഇളക്കാം. നമുക്ക് ഉപ്പിടാം. ഇത് ഞാൻ പൊടി ഉപ്പ്, അതായത് റോക്ക് സോൾട്ടാണ് കേട്ടോ. ചേനയുണ്ട്, ചേമ്പുണ്ട്, തുമ്പയുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ ചൊറിയില്ലേ എന്ന് ആരും വിഷമിക്കൊന്നും വേണ്ട. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഒരാളും ചൊറിയില്ല കേട്ടോ. ഈ മനുഷ്യന്മാരില്ലേ ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്ന ആൾക്കാർ, വായോണ്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കില്ലേ, അവർക്ക് നല്ലൊരു ചൂട് കൊടുത്താൽ മതി, പിന്നെ ചൊറിയില്ല അല്ലേ. നോക്കൂ, നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇത് ചൊറിയില്ല. പാകവും നല്ല രസകരമായ ഔഷധ ഗുണമുള്ള നല്ല കറിയാവും. അപ്പം നല്ല ഇടയ്ക്കിടയ്ക്ക് വരെ ചൂട് കൊടുക്കണം, നല്ലതാട്ടോ ചൊറിയുന്ന ആൾക്കാർക്ക്. ഇനി ചേന അടച്ചു വയ്ക്കാം കേട്ടോ, ഒന്ന് വെന്തോട്ടെ. തീ ഒന്ന് ചുരുക്കിയിടാം, ചെറിയ തീ മതി. തുറന്ന് നോക്കാം. നമ്മൾ പറയും ഇങ്ങനെ ഇലക്കറി അധികം വേവണ്ടെന്നൊക്കെയാണ് പറയുക. അടച്ച് വേവിച്ചാൽ മതി, വെന്തോളും. അതിനുള്ളിൽ ഇരുന്നിട്ട് തന്നെ ഉപ്പിലാന്ന് നോക്കാം അല്ലേ. ഉപ്പ് ഇല്ലേന്ന് ഒന്ന് നോക്കാം. ഉണ്ട് കേട്ടോ, ഉപ്പൊക്കെ ഉണ്ട്. ഇത്രയ്ക്ക് വേവുള്ളൂ കേട്ടോ ഇലകൾക്കൊക്കെ. എല്ലാം വെന്തു. അടച്ച് വെച്ചിട്ട് തീ ഓഫാക്കി ഇനി അതിൻ്റെ ഉള്ളിലിരുന്നത് വെന്തോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം ചെരുകിത് ഇട്ടാൽ ഇത്രയോണ്ട് രുചി കൂടുമായിരിക്കും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലിരുന്ന് വെന്തോളും. ഇത് നല്ല സ്വാദാണ്, നല്ല ഔഷധ ഗുണമുണ്ട്. പിന്നെ ഇതുവരെയും ആരും വെച്ചിട്ടില്ലെങ്കിൽ വെച്ചോളൂ കേട്ടോ. അപ്പം നമ്മളുടെ വളപ്പിലൊക്കെ നിറയെ പുല്ല് ഇങ്ങനെ മുളച്ച് നിൽക്കുന്ന സമയമല്ലേ, ആ പുല്ലിനുള്ളിൽ പലതരത്തിലുള്ള ചെടികൾ മുളച്ച് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് പറ്റാവുന്നത് നല്ലത് നോക്കിയെടുത്ത് 10 ഇലക്കറിയോ 7 ഇലക്കറിയോ 5 ഇലക്കറിയോ ഒക്കെ വെക്കുക. എന്താണെന്ന് വെച്ചാൽ എല്ലാ 10ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് കിട്ടാവുന്നത് ചേന കിട്ടാം, ചേമ്പ് കിട്ടാം, പിന്നെ കോവലിൻ്റെ ഇലയില്ലേ അത് നല്ലതാണ്. പിന്നെ ബോംബെ ചീര, അതായത് പ്രഷർ ചീര നല്ലതാണ്, വേലിച്ചീര എന്നൊക്കെ പറയും, അത് നല്ലതാണ്. പിന്നെ സാമ്പാർ ചീര നല്ലതാണ്, സാധാരണ ചീര നല്ലതാണ്, മുള്ളൻ ചീര നല്ലതാണ്. പിന്നെ തവിഴായ്മ, തമിഴ് തവിഴായ്മ അത് നല്ലതാണ്. തഴുതാമ എന്നും പറയും, തഴുതാമ
പലതരത്തിൽ പേര് പറയും. അപ്പോൾ എന്തായാലും ഒരു സാധനം തന്നെയാണത്, അതും നല്ലതാണ്. അങ്ങനെ നമുക്ക് കിട്ടാവുന്ന അത്ര ഇലകളൊക്കെ ശേഖരിച്ച് നല്ല ഒരു പത്തിലക്കറി വെക്കൂ കേട്ടോ എല്ലാവരും. ഇന്ന് വെച്ചിട്ട് നാളെ സമയമുണ്ടല്ലോ, നാളെയോ മറ്റന്നാളൊക്കെ വെച്ചോളൂ. എല്ലാ ദിവസവും വെച്ച് കൂട്ടിയാൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ വെന്ത് കഴിഞ്ഞാലേ കുറച്ചുള്ളൂ, എല്ലാവർക്കും കുറച്ചതിന് കൊടുക്കാം, അധികം കഴിക്കണ്ട. മുരിങ്ങയില നമ്മൾ ഈ സമയത്ത് കഴിക്കില്ല കേട്ടോ. കാരണം പറയാം, മുരിങ്ങയില ഇപ്പം നമ്മൾ ഭഗവതിയെ കുടി വെച്ച് പൂജിക്കല്ലേ. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് ശ്രീ പാർവതിയുടെ പൂത്താലിയാണ് ഈ സമയത്ത് മുരിങ്ങയുടെ ഇല എന്നാണ് പറയണത്. എന്തായാലും അതുകൊണ്ടാവാം, ആ വിശ്വാസം കൊണ്ടാവാം, അല്ലെങ്കിലും ഈ മഴ കോരി ചൊരിയുന്ന സമയത്ത് ഈ മുരിങ്ങയുടെ ഇലയ്ക്ക് കട്ടുണ്ട് അത്രേ. കട്ട് എന്ന് വെച്ചാൽ ചെറിയൊരു വിഷാംശം, അത് എപ്പോഴാണ് ഉണ്ടാവാന്നറിയില്ല. കഴിച്ചാൽ വയറിന് അസുഖം വരാം, ഛർദിയോ ഒക്കെ വരാം. അതുകൊണ്ടാണ് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ് അത്രേ മുരിങ്ങയില ഈ മാസത്തിൽ ഉപേക്ഷിക്കണത്. ആരും മുരിങ്ങയില കർക്കിടക മാസത്തിൽ കൂട്ടാറില്ല. അപ്പം നമ്മുടെ പത്തിലക്കറി റെഡി. എല്ലാവരും വെച്ചോളൂ കേട്ടോ. ഞാൻ വേഗം വെച്ചതാ. ഇന്ന് വൈകുന്നേരം കഷായ കഞ്ഞി വെക്കണം. ഞാൻ കഷായത്തിനുള്ള കിറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്, വൈകുന്നേരം വെക്കാട്ടോ നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. പിന്നെ എല്ലാവർക്കും കർക്കിടക മാസത്തിലെ നല്ല നല്ല നാളുകളെ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ കേട്ടോ. ഓക്കേ. ഒരിടത്തോ എന്താണ് സാമ്പാർ അല്ലേ, സാമ്പാർ. പിന്നെയോ ഇട്ടോളൂ, നാരങ്ങക്കറി ഇട്ടോളൂ. പിന്നെ ഇതെന്താണ്, പയറുപ്പേരി. ഇട്ടോ ഒത്തിരിയില്ല, പയറുപ്പേരി. യെസ്, മതി. പിന്നെ നമ്മുടെ പത്തിലക്കറി. ആഹാ. ഈ മാരി മുളപ്പിൽ മുളച്ച് നിൽക്കുമ്പോൾ കിട്ടി. മതി എല്ലാവർക്കും കിട്ടി. അപ്പം എന്തൊക്കെയാണ്? സാമ്പാർ, പയറുപ്പേരി, വിശിഷ്യ പത്തിലക്കറി, നാരങ്ങ കറി. ഓക്കെ.